നവകേരള സദസ്സ് വലിയ ബഹുജന ആകർഷണത്വമുള്ള പരിപാടിയായിരുന്നു. കേരളത്തിലെ ജനങ്ങൾക്ക് നമ്മുടെ ഭാവി എന്ത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠയ്ക്കും അവകാശമില്ലാത്ത നിലയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കാൻ ഞങ്ങളുണ്ട്, ഇടതുപക്ഷമുണ്ട്, ഈ ഗവൺമെന്റുണ്ട്. അതനുസരിച്ച് കേരളം അനുഭവിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഒട്ടനവധി നടപടികൾ സ്വീകരിച്ചു വരികയാണ്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിലൂടെ വേണം കേരളം വികസിക്കാൻ. അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു. റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, വ്യവസായശാലകൾ, തുറമുഖങ്ങൾ, ടൂറിസം, ഇതിന്റെ എല്ലാം അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കേരളത്തിന് പ്രധാന വിഷയം സാമ്പത്തിക ശേഷിയാണ്. ആ സാമ്പത്തിക ശേഷി ഫലപ്രദമായൊരു മാനേജ്മെന്റ്, ആ മാനേജ്മെന്റ് ഏറ്റവും നല്ലൊരു ആസൂത്രണം, അതിന്റെ ഫലമായിട്ട് ഓരോ പ്രശ്നവും പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായി ഞെരുക്കാൻ ശ്രമിച്ചിട്ടൊന്നും കേരളത്തിന്റെ വികസനത്തെയോ പ്രവർത്തനത്തെയോ സ്തംഭിപ്പിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമാണ്. ആ തരത്തിൽ കേരളത്തിന്റെ വളർച്ചയ്ക്ക് ജനങ്ങളെ ഒന്നിപ്പിക്കാൻ, ജനങ്ങളിൽ ഒരു പ്രതീക്ഷ ഉണ്ടാക്കി തീർക്കാനും ഈ നവകേരള സദസ്സ് കൊണ്ട് സാധിച്ചു. ഇത് ജനങ്ങളൊരു പ്രതീക്ഷയിലാണ്. ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങളെ രക്ഷിക്കാൻ, ഏത് അപകടം വന്നാലും ഞങ്ങളെ രക്ഷിക്കാൻ ഈ ഗവൺമെന്റ് ഉണ്ട്, ഈ മുഖ്യമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്, അതിന്റെ മുന്നണിയിലെ പാർട്ടികളുണ്ട് എന്നൊരു ബോധം ജനങ്ങളിൽ ഉണ്ടായി. ആ ആത്മവിശ്വാസം കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വലിയ അടിത്തറമാകും, വികസിച്ചു വരും. അദ്ദേഹം എഴുതിയ കത്തിൽ യഥാർത്ഥ JDS കാര്യങ്ങളൊന്നും പ്രതിപാദിച്ചിട്ടില്ല. അദ്ദേഹം JDSന്റെ അഖിലേന്ത്യാ നേതാവായിരുന്നു, വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അഖിലേന്ത്യാ തലത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നോടൊപ്പമുള്ളവരെല്ലാം ഇവിടുത്തെ വർഗീയ ശക്തികൾക്കെതിരെ, വലതുപക്ഷ ശക്തികൾക്കെതിരെ, RSS സംഘപരിവാറിനെതിരെ ഗാന്ധിയൻ ആദർശങ്ങളിൽ അടിയുറച്ചു നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അതാണ് ഞങ്ങളുടെ നയം എന്ന് ആണ് ആ കത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞതുപോലെ അവർ മറ്റു കാര്യങ്ങളൊന്നും ആ കത്തിൽ ഉന്നയിച്ചിട്ടില്ല. ആ കത്ത് ഞങ്ങൾ വിശദമായി അവരുടെ നയം വ്യക്തമാക്കുന്ന കത്താണ്. ആ കത്തും എല്ലാം ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് 11 മണിക്ക് സഖാബ് കാനത്തിന്റെ അനുശോചന യോഗം അയ്യങ്കാളി ഹാളിൽ ഉള്ളതുകൊണ്ട് 11 മണിക്ക് തന്നെ പിരിയേണ്ടി വന്നതുകൊണ്ട് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. മറ്റൊരുപാട് കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. അത് അടുത്ത കമ്മിറ്റിയിലേക്ക് ആലോചനയ്ക്ക് വയ്ക്കും. അദ്ദേഹം ഒരു അവകാശവാദവും അതിൽ ഉന്നയിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും കാര്യം. അത് LDF ഇടപെടേണ്ട പ്രശ്നമേ അല്ല. ഒരു പാർട്ടിയുടെയും ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഞങ്ങൾ ഇടപെടാറില്ല. ഞങ്ങൾ എല്ലാ പാർട്ടികളിലും ഐക്യവും കൂടിച്ചേരലും ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഒരു മുന്നണി പാർട്ടികൾക്കകത്തും ഭിന്നിപ്പുണ്ടാകാനല്ല, ഏകോപനത്തിന് വേണ്ടിയും ഐക്യത്തിന് വേണ്ടിയുമാണ് ഞങ്ങൾ ഇടപെടൽ. അതാണ് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകത. ആ ദൗത്യമാണ് നിർവഹിക്കുന്നത്.